ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, എല്ലായിടത്തും ഇപ്പോൾ ഓപ്പണിംഗ് സെറമണീൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ സ്കൂളിൽ. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ സെറ്റാണ് കേട്ടോ. 6 വരുന്നൊരു സെറ്റാണ്. 1 ലിറ്റർ കപ്പാസിറ്റിയാണ് കേട്ടോ ഓരോ കണ്ടെയ്നേഴ്സ് ഉള്ളത്. ഈ ഒരു ബോട്ടിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളി ബോട്ടിലാണ് കേട്ടോ. വെറുതെ പറയല്ല. ഇതിൻ്റെ ലിഡ് കണ്ടോ, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സൈഡിലുള്ളത് പുറമേക്ക് ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ്ങിലും ഉള്ളിൽ പ്ലാസ്റ്റിക്കിലുമാണ് കേട്ടോ വരുന്നത്. ഇത് കണ്ടെയ്നർ പറയുകയാണെങ്കിൽ ഗ്ലാസ്സിലാണ് വരുന്നത്. അതും നല്ല ഹൈ ക്വാളിറ്റി ഗ്ലാസ് ആണ് കേട്ടോ. ഓരോ കണ്ടെയ്നേഴ്സും നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ ഓരോ കണ്ടെയ്നറിലും 1 ലിറ്റർ ആണ് കേട്ടോ കപ്പാസിറ്റി. 1000 ml കപ്പാസിറ്റി വരുന്ന ബോട്ടിൽസാണ്. അത്യാവശ്യം നല്ല വോളിയം ഇതിൻ്റെ അകത്ത് കൊള്ളുമെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. പിന്നെന്താ, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ പുതിയ വീടൊക്കെ വെക്കുന്നവർ ഉണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ കേട്ടോ. കാരണം അത്രയും ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. നമ്മളിങ്ങനെ ഒരേപോലെ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒന്നാമത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസിൽ നമ്മൾ കിച്ചൺ ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചാൽ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതിൽ ഈ കൂട്ടത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലും കൂടിയാണെങ്കിലോ അടിപൊളിയായിരിക്കും കേട്ടോ. വെറുതെ പറയല്ല, നിങ്ങളൊന്ന് വാങ്ങി നോക്കൂ. നല്ല വെയിറ്റുള്ള ഗ്ലാസ്സിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 596 രൂപയായിരുന്നു കേട്ടോ. 596 രൂപക്ക് 1 ലിറ്റർ കപ്പാസിറ്റിയിലുള്ള 6 ബോട്ടിൽ കിട്ടുക എന്ന് വെച്ചാൽ ലാഭം തന്നെ കേട്ടോ. അപ്പോൾ ഷോപ്പിൽ നിന്ന് എങ്ങനെയാലും കിട്ടൂല, നല്ല റേറ്റ് വരും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, വാങ്ങിച്ചാൽ നഷ്ടം വരില്ല കേട്ടോ. നമ്മളിങ്ങനെ കിച്ചണിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കേ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. സെറാമിക്കിൻ്റെ 2 ജാറുകളാണ്. 2 വരുന്നൊരു സെറ്റായിരുന്നു. സെറാമിക് കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വാങ്ങിച്ചു കേട്ടോ. കാരണം അത്രയും ക്വാളിറ്റിയിൽ വരുന്ന 2 ജാറുകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ. എന്നാലോ ക്വാളിറ്റി അതിലും സൂപ്പറാട്ടോ. കാരണം സാധാരണ നമുക്ക് സെറാമിക്കിൻ്റെ ഈ ടൈപ്പ് ജാറുകൾ വാങ്ങിക്കുമ്പം അതിൻ്റെ ലിഡ് അത്ര എയർ ടൈറ്റ് ആയിട്ട് നിൽക്കാറില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ലിഡ് നല്ല എയർ ടൈറ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലിഡാണ് കേട്ടോ. ലിഡ് വുഡനിലാണ് വരുന്നത്. വുഡനിൽ ഇതുപോലെ വാഷറൊക്കെ കൊടുത്തോണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിന്നോളും. നമുക്ക് വേണമെങ്കിൽ ഷുഗർ വരെ ഇതിലിട്ട് വെക്കാം കേട്ടോ. എറുമ്പ് കയറൊന്നുമില്ല. കാരണം സെറാമിക്കിൻ്റെ ഒരുവിധം ബോട്ടിൽസിനൊന്നും ലിഡ് ടൈറ്റിൽ നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ലിഡ് കാണാനും നല്ല ഭംഗിയുണ്ട്. പുറമെ വുഡനിൽ അതിൻ്റെ മേലുള്ള സംഭവം ഉണ്ടല്ലോ, അത് സെറാമിക്കാണ് കേട്ടോ. ബോട്ടിലും സെറാമിക്കാണ്. ഈ ഒരു പ്രിന്റ് പറയുകയാണെങ്കിൽ അതും അടിപൊളിയാണ് കേട്ടോ. നല്ല ലുക്കിൽ വരുന്ന 2 സെറാമിക് ജാറുകളാണ്. ഇത് ഓരോന്നും ഒരു 900 ml ഒക്കെ കപ്പാസിറ്റി ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. 1 ലിറ്റർ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒരു 900 ml ഒക്കെ എബൌട്ട് 1 ലിറ്റർ എന്ന് പറയാം. ആ ഒരു രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഷുഗർ ഇട്ട് വെക്കാം, അതല്ലെങ്കിൽ ടീ പൗഡർ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഉപ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് വെക്കാം കേട്ടോ. അതുപോലെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോ പീസാക്കിയും വെക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 668 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വേർത്താണ്. കാരണം ഇത്രയും ക്വാളിറ്റിയുള്ള സെറാമിക്കിൻ്റെത് ആ ഒരു പ്രൈസിന് കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ലിഡാണ് ഇതിൻ്റെ സൂപ്പർ കേട്ടോ. കാരണം അത്ര എയർ ടൈറ്റ് ആയിട്ടാണ് ലിഡ് നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ നല്ല ചാൻസ്. കാരണം ഇത്രയും ഭംഗിയും ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും കേട്ടോ. അടുത്തത് ഇതൊരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ്. ഇതും പറയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലിൽ ഒരൊറ്റ ഷീറ്റിൽ വരുന്ന കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് കട്ടിംഗ് ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റാ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാനിങ്ങനെ മനസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു ഒന്ന് വാങ്ങിക്കണം, എങ്ങനെ ഉണ്ടാവും. ഞാൻ ഇത്രയും കട്ടിയിൽ വരുന്ന സ്റ്റീലാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നേ.
പക്ഷേങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള സ്റ്റീലാണ്, നല്ല വെയിറ്റുള്ള സ്റ്റീലാണ് കേട്ടോ. പിന്നെ അതായത് നമുക്കിതാ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കും പോലെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നീങ്ങി കളിക്കൊന്നുമില്ല നമ്മൾ കട്ട് ചെയ്യുമ്പം. പിന്നെ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വുഡനോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കിലൊക്കെ വരലില്ലേ കട്ടിംഗ് ബോർഡ്, അതൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പം അതിൻ്റെ പോളിഷൊക്കെ പോയിട്ട് അത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു സംഭവത്തിലൊക്കെ മിക്സ് ആവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. പക്ഷേ ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 336 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്ത പ്രൊഡക്റ്റും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാം അടിപൊളി എന്നാണല്ലേ പറയുന്നത്. സംഭവം അടിപൊളിയാട്ടോ എന്നിട്ട് തന്നെയാണ് പറയുന്നത്. അടിപൊളി അല്ലാത്തത് ഞാൻ അടിപൊളി അല്ലാന്ന് നിങ്ങളോട് പറയലില്ലേ. ഇതൊരു പാനാണ്. നമുക്ക് പാൻ കേക്ക്, ബുൾസൈ, അതല്ലെങ്കിൽ ചെറിയ കേക്കുകൾ, അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ നമുക്ക് ബേക്ക് ചെയ്യാൻ, കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് തോന്നുന്നത്. ഇതിൻ്റെ താഴെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എൻ്റെ കയ്യിൽ ഇൻഡക്ഷൻ കുക്കർ ഇല്ലാത്തതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനും കഴിയില്ല കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് ആണെന്ന് പറഞ്ഞല്ലോ, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ലോക്കൽ നോൺ സ്റ്റിക്കൊന്നുമല്ല, നല്ല അടിപൊളി നോൺ സ്റ്റിക്കാണ്. പിന്നെ ഹാൻഡിൽ വരുന്നത് ഈ ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന സംഭവമാണ് കേട്ടോ. അത് ഹാൻഡിൽ വുഡല്ല, വുഡൻ ഫിനിഷിൽ ഒരു ടൈപ്പിൽ വരലില്ലേ, അതാണ് കേട്ടോ. ഈ ഒരു പാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി പാനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല യൂസ്ഫുള്ളും ആണ് കേട്ടോ. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചാൽ അവർക്ക് ചെറിയ ദോശകളൊക്കെ അവരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റിയ ടൈപ്പിലുള്ളൊരു പാനാണ് കേട്ടോ. അവർക്ക് ചെറിയ ദോശകളോ ചെറിയ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതാ അടുത്ത പ്രൊഡക്റ്റ് ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇത്രയും ക്വാളിറ്റി സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു വേറെ ടൈപ്പിലുള്ള ഒരു കണ്ടെയ്നർ എൻ്റെ കയ്യിലുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേങ്കിൽ അത് അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. പുറമെ പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലും വരുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റ്. അതുപോലെ ലിഡ് വരുന്നത് സിലിക്കണിലാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ചൂടോട് കൂടിയിട്ട് എടുത്ത് വെക്കാനൊക്കെ പറ്റും. ഉള്ളിൽ സ്റ്റീലായതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാണ്ട് എടുത്തേക്കാം കേട്ടോ. പ്ലാസ്റ്റിക് അല്ലല്ലോ. അതുപോലെ നമുക്കിത് ഓവനിൽ യൂസ് ചെയ്യാം, ഓവൻ സേഫാണ്. പിന്നെ ഇത് 3 എണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ. 3 എണ്ണം വരുന്ന സെറ്റിന് 375 രൂപ വരുന്നത്. ഏറ്റവും വലുത് ഇതാണ്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്കിനി ഫ്രിഡ്ജിൽ ഫുഡ് എടുത്ത് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. അത് ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ ഫുഡ് എടുത്ത് വെക്കാനും യൂസ് ചെയ്യാം. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. പ്രൊഡക്റ്റ് ഈ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സാണ്. ഒരു 150 ml ഒക്കെ കപ്പാസിറ്റിയുള്ള കണ്ടെയ്നേഴ്സാണ്. മെറ്റീരിയൽ വന്നിട്ട് ഗ്ലാസ്സാണ്. ലിഡ് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പക്കാ പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരുപാട് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ഒരു കണ്ടെയ്നറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന കണ്ടെയ്നറാണ്. നല്ല ഹൈ ക്വാളിറ്റി ഗ്ലാസ്സിൽ തന്നെ വരുന്ന കണ്ടെയ്നറാണ്. പക്ഷേങ്കിൽ ലിഡ് അത്ര തന്നെ ക്വാളിറ്റി ഇല്ല കേട്ടോ. ലോ പ്ലാസ്റ്റിക്കിലാണെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉള്ള ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. കയ്യിൽ നിന്ന് വീണ് പോയാലൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 303 രൂപയായിരുന്നു കേട്ടോ മീഷോയിൽ. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ആവാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. എന്തായാലും നമുക്ക് ജീരകം, ഉലുവ, കടുക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്ത പ്രൊഡക്റ്റ്. ഇത് എന്താ പറയുക, ഒരു 4 കണ്ടെയ്നേഴ്സും അതിൻ്റെ ട്രേയും വരുന്ന ഒരു സെറ്റാണ്. മെലാമിനാണ് മെറ്റീരിയൽ വന്നിട്ട്. കണ്ടാൽ സെറാമിക് ആണെന്നേ തോന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇതിൻ്റെ ലിഡും നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലിഡാണ്. പിന്നെ കൂട്ടത്തിൽ ഒരു ട്രേയും കൊടുത്തിട്ടുണ്ടല്ലോ, അതും നല്ല ഭംഗിയുണ്ട്. ആ ട്രേയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. ലിഡ് കണ്ടോ, നല്ല ടൈറ്റാണ് കേട്ടോ. പിന്നെ എയർ കടക്കൊന്നുമില്ല, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അച്ചാർ അല്ലെങ്കിൽ കാൻഡീസ്, സ്വീറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിങ്ങനെ ടേബിളിലോ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മെലാമിനിൽ നല്ല ഹൈ ക്വാളിറ്റി മെലാമിനിൽ വരുന്ന കണ്ടെയ്നേഴ്സാണ്. പിന്നെ
ഈ ഒരു ട്രേയും പറഞ്ഞല്ലോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽസിന്റെ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ട്രേയും ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രേ മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ചായ, കോഫിയോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രൈസ് 602 രൂപയായിരുന്നു കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ഭംഗിയുണ്ട്, എടുത്തു പറയേണ്ടതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് കുറച്ച് ടവൽസ് ആണ്. നമുക്ക് കിച്ചണിൽ അതുപോലെ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നാപ്കിൻസ് ആണ്. 6 വരുന്ന ഒരു സെറ്റാണ്. ഇതിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് മീൻസ് ഒരുപാട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെറ്റീരിയലാണ്. പിന്നെ അതാ ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് വേറൊരു ക്ലോത്താണ് കേട്ടോ വരുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ്. ഇപ്പോൾ കുട്ടികളുള്ളവർക്കാണെങ്കിൽ നല്ല ഉപകാരപ്പെടും കേട്ടോ. ഇത് വാങ്ങിച്ചാൽ കുട്ടികളെ സ്കിന്നൊക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് കിച്ചണിലൊക്കെ വെച്ചാൽ കൈ തുടയ്ക്കാൻ, അതുപോലെ വാഷ് ബേസിൻ്റെ അടുത്ത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. ഒരുപാട് വലുപ്പമല്ല, ചെറുതാണ്, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 161 രൂപയായിരുന്നു കേട്ടോ, ഈ ഒരു 6 വരുന്ന സെറ്റിന്. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവരൊക്കെ എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. ആ ഒരു പ്രൈസിന് 6 കിട്ടുകയെന്ന് പറഞ്ഞത് എന്തായാലും വേർത്താണ്. പിന്നെ കുട്ടികളുടെ സ്കിന്നിനൊക്കെ നമുക്ക് സ്കിന്നൊക്കെ തുടയ്ക്കാനും ഒക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. അത്രയും സോഫ്റ്റ് ആയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്, കാണാനും നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുള്ള 6 ടവൽസാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു ഷൂറാക്കാണ്. നമ്മളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാരി എന്നോ പറയുന്നുണ്ട്, കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഷൂറാക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ. ആ ഒരു ഉദ്ദേശ ഷൂറാക്ക് ഇതന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ടൈപ്പ് ഷൂറാക്കും മീഷോയിലുണ്ട്, 1000 എബോ റേഞ്ചിലൊക്കെ വരുന്ന ഷൂറാക്കുണ്ട്. ഇനിയിപ്പോൾ അതാണോ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഷൂറാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫിക്സ് ചെയ്തെടുക്കുക എന്ന് പറയാം ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ കുറേ നേരം പാടുവിട്ടതിന് ശേഷമാണ് ഇതൊന്ന് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുള്ളത്. കാരണം ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതിങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യൽ കുറച്ചൊരു ടാസ്ക്കുള്ള പണിയാണ്. പിന്നെ 6 ലെയറിലാണ് വരുന്നത്. പിന്നെ ഓരോ ലെയറിലും ഒരു 2 ഷൂവോ ചപ്പൽസോ വെക്കാൻ കഴിയുമായിരിക്കും. അത്ര സ്പേസ് കിട്ടും, സ്പേസ് കുറവാണ് ഓരോ ലെയറിലും. പക്ഷേങ്കിൽ 6 ലെയർ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഷൂ വെക്കാം അങ്ങനെ കേട്ടോ. പിന്നെ നമുക്കിത് ഷൂ വെക്കാൻ മാത്രമല്ല കേട്ടോ, ബുക്ക് അതുപോലെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചൺ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന റാക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 403 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ വർത്താണ്. ഇനിയിപ്പോൾ അത് അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു എന്താ പറയുക, ഒരു റാക്കാണ് കേട്ടോ. സോറി, റാക്കല്ല, ഒരു ഹോൾഡർ. അതായത് മോപ്പും അതുപോലെ നമുക്ക് ചൂല്, പിന്നെ വലിയ വലിയ ബ്രഷ് ഉണ്ടാവില്ലേ, ബാത്റൂം കഴുകുന്ന ബ്രഷ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഹോൾഡറാണ്. സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിട്ട്. ഇത് ഫിക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതിനെ കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹോൾഡറാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഹാങ് ചെയ്ത് ഇടാം, അതുപോലെ ഹുക്ക് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മോപ്പും അതുപോലെ നമുക്ക് ചൂലൊക്കെ എങ്ങനെ വെക്കാന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നോളൂ കേട്ടോ. പിന്നെ വീണ് പോകുന്നില്ല. പിന്നെ വെച്ചിട്ട് ഈ ഒരു ഹോൾഡറിനും നല്ല വെയിറ്റ്, നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലിന് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹോളൊക്കെ ഉള്ള ചൂലുകളൊക്കെ ഉണ്ടാവില്ലേ, ചൂല്, ബ്രഷ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിൽ ഹാങ് ചെയ്ത് വിടാം കേട്ടോ. അതിനുള്ള ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് 350 രൂപയായിരുന്നു കേട്ടോ. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, പക്ഷേ ആ പ്രൈസിന് വേർത്തുള്ള പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹോൾഡറാണ് കേട്ടോ. അപ്പം എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്.
വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.